ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ഹൃദയപൂർവ്വം ഹൃദയത്തിൽ. എ ഫിലിം ഡയറക്റ്റഡ് ബൈ സത്യൻ അന്തിക്കാട്, സ്ക്രീൻ പ്ലേ ബൈ സോനു ടി പി, ദ സ്റ്റോറി ബേസ്ഡ് ഓൺ അഖിൽ സത്യൻ. ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂർ ഫോർ ആശീർവാദ് സിനിമാസ്. ആൻഡ് സിനിമയിലെ പ്രധാന കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് മോഹൻലാൽ, മാളവിക മോഹൻ ആൻഡ് സംഗീത് പ്രതാപ് ആൻഡ് സംഗീത മാധവൻ നായർ. ഇവരെ കൂടാതെ തന്നെ സിദ്ദീഖ്, ലാലു അലക്സ്, ബാബുരാജ്, ജനാർദ്ദനൻ എന്നീ പഴയ ലെജൻഡറി ആയിട്ടുള്ള നടന്മാരും ഉള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ, ഒരു എന്റർടൈനിങ് സിനിമയാണ് ഹൃദയപൂർവ്വം. സത്യം പറഞ്ഞാൽ സിനിമയിലുടനീളം ഫുൾ തിയേറ്ററിൽ ചിരികളും സന്തോഷങ്ങളും ഇമോഷൻസും എല്ലാം ഒരുമിച്ചൊരുങ്ങിയ ഒരു ഫുൾ പാക്കേജാണ് ഹൃദയപൂർവ്വം. ഫൈറ്റ് വേണമാ ഫൈറ്റ് ഇருக்கு, ലവ് വേണമാ ലവ് இருக்கு, காமெடி வேணுமா காமெடி இருக்கு, இமோஷன்ஸ் வேணுமா இமோஷன்ஸ் இருக்கு, என்ன വേണമോ எல்லாமே അങ്ങ് ഇருக்கு. അതാണ് ഹൃദയപൂർവ്വം. ഓണം തൂക്കാനൊന്നും പെട്ടെന്നൊന്നും നടക്കുമെന്നും തോന്നുന്നില്ല മറ്റ് സിനിമകൾക്ക്. നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം മുന്നിലുള്ളത് ലാലേട്ടനാണ്. ഇച്ചിരി കടുക്കും. ലാലേട്ടൻ അപ്പോൾ ഓണക്കപ്പ് തൂക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. സിനിമ ഒരു കേണലിന് ഒരു ആക്സിഡൻ്റായി, ആ കേണൽ ആരെന്നൊന്നും കാണിക്കുന്നില്ല, ആക്സിഡൻ്റായി മരിച്ചു പോകുന്ന ആ കേണലിന് ഒരു ഹെഡ് ട്രാൻസ്പ്ലാന്റേഷൻ, ഈ ശസ്ത്രക്രിയ ഉണ്ടല്ലോ, അത് ആ ഒരു ഹൃദയം കിട്ടുന്നത് അടുത്ത മോഹൻലാലിനാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കഥകളും കാര്യങ്ങളുമായിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. സിനിമയിലുടനീളം തന്നെ മോഹൻലാലും സംഗീത് പ്രതാപും ഉള്ള ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ആ ട്രെയിലർ റിയാക്ഷനിൽ വന്നപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ തമ്മിലുള്ള ആ കോമഡി കെമിസ്ട്രി അജാതി വർക്കൗട്ട് ആയിട്ടുണ്ട്. തിയേറ്ററിൽ ഫുൾ ചിരിയായിരുന്നു. തിയേറ്ററിൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. സംഗീത പ്രതാപൊക്കെ ലാലേട്ടൻ്റെ കൂടെ ഇന്ന് മിന്നയാണ്. സത്യം പറഞ്ഞ എല്ലാ സീൻസിലും ഒരു സീൻസും ചളിപ്പിച്ചിട്ടില്ല. എല്ലാ സീനും എക്സ്പ്രഷൻ ബൈ എല്ലാം. ലാലേട്ടന് സത്യം പറഞ്ഞാൽ ഹ്യൂമറിന്റെ തമ്പുരാനെന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി സാധനമാണ് ചെയ്യണത്. ലാലേട്ടൻ ആ ഒരു എക്സ്പ്രഷൻസും ലാലേട്ടൻ്റെ ആ ചിരിയും ആ ഷൈനെസ്സും ആ ഇന്നസെൻറ്റും എല്ലാം ലാലേട്ടൻ മിന്നിച്ചിട്ടുണ്ട്. അത് പുള്ളിക്ക് മാത്രം എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നന്നായിട്ട് അത് ഞാൻ ഇപ്പോഴും പറയാണ്. ഞാൻ അല്ലെങ്കിൽ ലാലേട്ടനെങ്കിൽ ആ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ ചിരിച്ചുകൊണ്ടേയിരുന്നു. ഓണസ്റ്റായിട്ട് ഭയങ്കര എൻജോയ് ചെയ്ത് ഞാൻ ചിരിച്ചുകൊണ്ടേയിരുന്നു. നല്ല രീതിക്ക് ലാലേട്ടൻ്റെ ആ പെർഫോമൻസ് ആൻഡ് ലാലേട്ടൻ്റെ ആ സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ മാളവിക മോഹനൻ്റെ കൂടെ ഇരുന്നുള്ള ഒരു കോഫി ഷോപ്പിൽ ഒരു സീനുണ്ട്. ഞാനൊരു ട്രിപ്പ് പോയിട്ട് വന്നപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളൊരു ഇമോഷൻ സീൻസ്. ആ ഒരു സീൻസിൽ സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞുപോയി. കാരണം അമ്മാതിരിയായിട്ട് ചുമ്മാ അവിടെ നിന്ന് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറയുവാണ് ലാലേട്ടൻ ഭയങ്കര ഇമോഷണലായിട്ട്. തിയേറ്റർ മൊത്തവും സൈലൻ്റായി അമ്മാതിരി ഒരു പെർഫോമൻസ് ഉണ്ട്. എനിക്ക് തോന്നി എത്ര എളുപ്പത്തിലാണ് ഇമോഷണൽ സീൻസ് കൈകാര്യം ചെയ്യുന്ന ലാലേട്ടൻ. ചുമ്മാ അങ്ങ് നിന്നിട്ട് അങ്ങ് പറഞ്ഞ് ഇവിടെയാണ് അത് നമുക്ക് കൺവിൻസ് ആവുന്നുണ്ട്. അത് അജാതി സാധനം, ഒരു രക്ഷയില്ലാതെ ആ ഒരു പെർഫോമൻസ് ആണ് ലാലേട്ടൻ സിനിമയിൽ ചെയ്തിട്ടുള്ള. ആൻഡ് സംഗീത് പ്രതാപ് കോമഡി എന്ന് വെച്ചാൽ കിടിലൻ കോമഡി. ഞാൻ പറഞ്ഞില്ലേ, ലാലേട്ടൻ്റെ കൂടെ ഫുൾ ടൈം സ്കോർ ചെയ്ത് സൂപ്പറായിട്ട് ജോഡിയായിട്ട് പോയിട്ടുണ്ട്, കണക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഞാൻ ഏറ്റവും നോക്കിയത്, ഇപ്പം എന്തായാലും ഞാൻ പ്രതീക്ഷിക്കാത്തത് മാളവിക മോഹനായിരുന്നു. ബട്ട് മാളവിക മോഹൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് ചളിപ്പിച്ച് ക്യൂട്ട്നെസ്സോ കാര്യങ്ങളോ ഒന്നും ഇടാതെ, അങ്ങനെ ഒന്നും ഇല്ലാതെ വളരെ നീറ്റായിട്ട് സൂപ്പറായിട്ട് ഒരു പുള്ളിക്കാരി പൂനെയിൽ ജനിച്ചു വളർന്ന ഒരു പെണ്ണാണ്, മലയാളി പെണ്ണാണ്. അപ്പോൾ അതുമായിട്ട് അങ്ങനെ, അപ്പോൾ അവർക്ക് മലയാളം പറയുമ്പോൾ ഒരു സ്ഫുടത കുറവോ അല്ലെങ്കിൽ അറിയാമല്ലോ, പുറത്തുള്ള ആൾക്കാർക്ക് മലയാളം പറയുമ്പോൾ ഒരു തെറ്റ് കുറവൊക്കെ വരും. അതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു മലയാളമാണ് സംസാരിക്കുന്നത്. അത് കേൾക്കാനും സൂപ്പറായിരുന്നു. നന്നായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. ആൻഡ് സംഗീത മാധവൻ നായർ അത് മാളവികയുടെ അമ്മയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു റോളായിരുന്നു ചെയ്ത്. പുള്ളിക്കാരി നിങ്ങൾക്ക് അറിയാം, ഒരു പഴയ സിനിമാ നടിയാണ്. വളരെ കാലത്തിന് ശേഷം വീണ്ടും തീരശീലയിൽ എത്തുമ്പോൾ നന്നായിട്ട് തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ തുടക്കത്തിൽ തന്നെ രണ്ട് ലെജൻഡ് സിദ്ദീഖും ജനാർദ്ദനും വന്ന് കയ്യടി. സിദ്ദീഖൊക്കെ ഭയങ്കര കോമഡിയാണ്. സിദ്ദീഖ് തൊട്ടേനും പിടിച്ചതിനും ഒരു ചായ കുടിച്ചാലും നല്ല കോമഡി ആയിരുന്നു. അത് നിങ്ങൾ സിനിമ കാണുന്നത് സത്യം ഒരു ഫാമിലി ആയിട്ട് പോയി ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് ഹൃദയപൂർവ്വം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത്, നിങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആവും. നിങ്ങൾ പോവുക, ഒരു മുഷിപ്പോ ലാഗോ കാര്യങ്ങളൊന്നുമില്ല, പോവുക, നന്നായിട്ട് എൻജോയ് ചെയ്യുക.
സൂപ്പറായിട്ട് കണ്ടിട്ട് വരാം. നിങ്ങൾക്ക് ഒരു 2.5 മണിക്കൂർ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇരുന്ന് കണ്ട് ചിരിച്ച് ഇമോഷണൽ എല്ലാ രീതിയിലും കണക്റ്റായി. ആൻഡ് അതിൽ കുറച്ച് ഡബിൾ മീനിങ് കോമഡി, അതായത് ഹ്യൂമർ, എൻ്റെ പൊന്നെ സാധനം സെറ്റ് സാധനങ്ങളാണ് അതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ആൻഡ് സിനിമയുടെ അതാണ് സിനിമയുടെ പ്ലോട്ട് പറയാത്തതാണ്, സിമ്പിൾ സ്റ്റോറിയൊക്കെ തന്നെയാണ്. പക്ഷെ അത് ചെയ്തു വെച്ചിരിക്കുന്നതും അതുമായിട്ട് കണക്ട് ചെയ്തും പിന്നെ ഇതിൽ കൂടാതെ ലാലേട്ടൻ്റെ കൂടെ ഉള്ള ലാലേട്ടന് ഒരു ലഞ്ച് ബോക്സ് എന്ന് പറയുന്ന ഒരു ക്ലൗഡ് കിച്ചൺ, അങ്ങനെ ഒരു കിച്ചൺ ഒരു കമ്പനി ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് കിച്ചൻ്റെ. അപ്പോൾ അതുമായിട്ട് ആ ബിസിനസ് ചെയ്യുന്ന കിച്ചണിൽ തന്നെ 3-4 ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ഒരു പേരെനിക്ക് മറന്നു, 2-3 ഷോർട്ട് ഫിലിമിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്താ പറയുക, സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിൽ കൂടാതെ ഇൻസ്റ്റയിലുള്ള ഫേമസ് ആയിട്ടുള്ള ഈ RJ ഷെൽവിൻ, താഹ, അങ്ങനെ കുറച്ച് പേര്, പടക്കളത്തിലെ ഒരു നടൻ, അങ്ങനെ കുറച്ച് പേരൊക്കെ ഈ സിനിമയിലുണ്ട്. അത് അവരുടെ റോളൊക്കെ എല്ലാം ഒരു ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ സത്യൻ അന്തിക്കാടിന്റെ ഒരു തിരിച്ചുവരവാണ് ഹൃദയപൂർവ്വം. നന്നായിട്ട് സത്യൻ അന്തിക്കാട് പണിയെടുത്തിട്ടുണ്ട് ഈ സിനിമയിൽ. ലാസ്റ്റ് ഒരു ഫൈറ്റ് വരുന്ന സാധനമൊക്കെ ഉണ്ട്, മറ്റേ തുടരുമ്മല് ലാലേട്ട് ഇങ്ങനെയൊക്കെ ഇട്ടിട്ടൊക്കെ ഇങ്ങനെ വരൂല, ആ സാധനങ്ങളൊക്കെ ഇട്ട് തന്നെ ഗൂസ് ബംസ് അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോഴും ഗൂസ് ബംസ് അടിക്കും. ആൻഡ് ഇതിൽ മ്യൂസിക് ചെയ്ത ജസ്റ്റിൻ പ്രഭാകരനാകട്ടെ എല്ലാവരും നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. ആൻഡ് എന്താ പറയുക, എല്ലാ ഡിപ്പാർട്ട്മെന്റും നല്ല ഒരു കിഡിലൻ ഒരു ഫീസ്റ്റാണ് ഓണത്തിന് വേണ്ടി നമുക്ക് തന്നിട്ടുള്ളത്. ഹൃദയപൂർവ്വം തീർച്ചയായിട്ടും നിങ്ങൾ കാണുക, നിങ്ങൾക്ക് ഹൃദയത്തിൽ പതിയും. ഹൃദയപൂർവ്വം ഹൃദയത്തിൽ.